നോറയുടെ പേഴ്സണൽ ഇഷ്യൂ വെച്ച് അവിടെ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചിട്ടുള്ളത് നോറ തന്നെയാണ്. നോറ കളിച്ച ഗെയിമിനെതിരെയായിരുന്നു അൻസിബ ഒരു സ്റ്റാൻഡ് എടുത്തത്. ഇപ്പോ അഗ്നിപരീക്ഷ എന്നൊരു ടാസ്ക് ബിഗ് ബോസ് അവർക്ക് കൊടുത്തപ്പോ നോറ പ്രസംഗിച്ച് പേഴ്സണൽ ഇഷ്യൂ വെച്ച് നോറ കളിച്ചിട്ടേ ഇല്ല എന്ന ലെവലിലേക്ക് ആക്കി തീർത്ത് കേട്ടോ. അറിയാലോ, സ്വയം വെളുപ്പിച്ച് സംസാരിക്കാൻ മിടുക്കരാണ് നോറയും ജാസ്മിനും ഒക്കെ. അതില് നോറയും ജാസ്മിനെയും കഴിഞ്ഞിട്ടേ ഉള്ളു അവിടെ വേറെ ആരും. അതുപോലെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിച്ചിട്ടില്ല എന്നൊക്കെ. നോറ എന്താണ് ഈ ഓർത്തോണ്ടിരിക്കുന്നത്? പ്രേക്ഷകർ പരമ വിഡ്ഢികളാണോ? ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിച്ചിട്ടും ഒരു രീതിയിലും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ നോറയുടെ എന്ത് വലിയ തോൽവിയാണെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കരച്ചിലും മെഴുകലും കലവില പൊട്ടിത്തെറിയും അല്ലാതെ നോറ മാന്യമായി കളിച്ച ഒരു ഗെയിമിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഗെയിം ഇല്ല. ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും പറയാനൊക്കത്തുള്ളൂ. അത്രയും ഫേക്ക് ആയിട്ട് കളിച്ചൊരു മത്സരാർത്ഥിയാണ്. പക്ഷെ ഗ്രൂപ്പ് സപ്പോർട്ട് ഇല്ലാതെ കളിച്ചു എന്നൊരു ഒറ്റ പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ. അതിപ്പോ ഒരുപാട് നെഗറ്റീവുകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ചെറിയ പോസിറ്റീവ്. എത്രയെന്ന് വെച്ചിട്ടാണ് നോറ പറയുന്നത് ഈ പച്ചക്കള്ളങ്ങൾ അവിടെ ഉള്ളവർ കേട്ടോണ്ടിരിക്കുന്നത്? പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിച്ചിട്ടില്ല എന്നൊക്കെ. നോറ കുറച്ചു നേരം ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സിജോയ്ക്ക് പൊട്ടുന്നുണ്ട്. സിജോയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഇല്ല, നോറ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിച്ചു എന്ന രീതിയിൽ സിജോ പറയുന്നുണ്ട്. അങ്ങനെ കുറെ പോയിന്റുകൾ വെച്ച് അലക്കുന്നുണ്ട് സിജോ ആണല്ലോ, അറിയാലോ. നോറയുമായിട്ട് കോർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലും സിജോ വെറുതെ വിടാറില്ല. പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ് നോറ. ഇന്ന് തന്നെ നോറയെ പോയിന്റ് പറഞ്ഞ സിജോ ഇതിപ്പോ രണ്ടാമത്തെ തവണ മറ്റോ ആണ് ഇല്ലാതാക്കുന്നത്. പിന്നെ ജാസ്മിൻ സംസാരിച്ച സിജോ ഈ രീതി തന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. ടാസ്ക് തീർന്നിട്ടും സിജോ ജാസ്മിനെ വെറുതെ വിടുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ജാസ്മിനോട് ആ ഒരു ഫോട്ടോയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ വേറെ ആരും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമൊക്കെയാണ് കേട്ടോ സിജോ എടുത്തിടുന്നത്. വീട്ടുകാരെ പോലും ബാധിക്കുന്ന രീതിയിൽ ഗെയിം കളിച്ച ഒരാളാണ് ജാസ്മിൻ. ജാസ്മിന്റെ വാപ്പയും ഉമ്മയും വന്നിട്ട് അത് കീറിക്കളയുമെന്ന് ഞാൻ നേരത്തെ തന്നെ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിന്റെ വീട്ടുകാർക്ക് കൊടുത്ത സംഭാവന പോലത്തെ സംഭാവനയൊന്നും ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. കാട്ടുതീ ശരിക്കും കത്തി എരിയുന്ന കാഴ്ചയാണ് ഞാൻ ലൈവിൽ കണ്ടത്. ഒരു രക്ഷയും ഇല്ലായിരുന്നു. ആര് വിചാരിച്ചിട്ട് ആ ഒരു കാട്ടുതീ അണയ്ക്കാൻ പറ്റുന്നില്ല. നോമിനേഷനിൽ ഇല്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാമായിരുന്നു സിജോയ്ക്ക്. ഒരിക്കലുമില്ല. ഞാൻ സംസാരിക്കും, നാക്കുകൊണ്ട് തോപ്പിക്കും എല്ലാത്തിനെയും. ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. അതാണ് സിജോയുടെ തോട്ട് പ്രോസസ്സ്. തീപ്പെട്ടിക്കുള്ളി അല്ല, കാട്ടുതീ തന്നെയാണ് എന്ന് പുള്ളി തെളിയിച്ചു കേട്ടോ. ഇത് ഞാൻ പറയുന്നത് നോറേനെയും ജാസ്മിനെയും റോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമൊന്നും അല്ല. ശ്രീധുവിനെ നിർത്തി ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ശ്രീധു പോയി കഴിഞ്ഞാൽ ഈ സീസണിൽ വരുന്ന ഒരു മാറ്റത്തെ പറ്റി ശ്രീധു ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീധു ചമ്മി നാറി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. സിജു അവിടെ ഇരുന്ന് തകർത്ത് വാരുന്ന കാഴ്ചയായിരുന്നു മൊത്തത്തില്. അതുപോലെ തന്നെ ഇരുന്ന് തകർത്ത് വാരിയ മറ്റൊരാളാണ് ജിൻഡോ. അഭിഷേകിനോട് പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യം മതി. അത് ജിൻഡോയുടെ ഒരു പവർ മനസ്സിലാക്കാൻ ആ ഒറ്റ ചോദ്യം മതി. യെല്ലോ കാർഡ് കിട്ടിയതിനു ശേഷം അഭിഷേകിന്റെ ഉള്ളിലെ ഫയർ അണഞ്ഞുപോയി. റെഡ് കാർഡ് മേടിച്ചാണോ ആ ഫയർ അടക്കി വെച്ചത് എന്നൊരൊറ്റ ചോദ്യം. ആ ഒരു ചോദ്യം മതി. അഭിഷേക് അവിടെ തീരുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ റെഡ് പെഡസ്റ്റിൽ നിന്ന് സംസാരിച്ചവരെ പറ്റി പറയാനാണെങ്കിൽ ആരും എനിക്ക് അത്ര പേഴ്സണലി കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ എന്തുകൊണ്ട് വേറുള്ളവരെക്കാൾ ബെറ്റർ ആണ് എന്നൊരു കാര്യം പറയണം. നമ്മുടെ സായി ഒന്നും ആ രീതിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സായി എന്ന് മാത്രമല്ല, ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അവരെ തന്നെ ഫോക്കസ് ചെയ്താണ് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെ അരോചകമായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കമ്പാരിറ്റീവ് ഗെയിം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സീറ്റിലിരുന്ന് ഷോ സ്റ്റീൽ ചെയ്തവരെ പറ്റി പറയുന്നത്. അർജുൻ കാഷ്വൽ ആയിട്ടാണ് കേട്ടോ ചോദ്യങ്ങൾ ചോദിച്ചത്. നോമിനേഷനിൽ വരാതിരുന്നാലും വന്നാലും എല്ലാം അർജുൻ ഒരുപോലൊക്കെ തന്നെയാണ്. വലിയ ഫയർ ഒന്നും ഇല്ല. സിജോയെയാണ് നല്ല ഫയർ ആയിട്ട് ഫോമിൽ കണ്ടു കിട്ടിയത്. നല്ല ചെയ്താലും നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. അതിലൊന്നും ഒരു ഫേവറിറ്റിസവും നമുക്കില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.